നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷം കൊണ്ടുവന്ന ആദ്യ ആശയം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കി KSRTC കയ്യടി നേടുകയാണ്. ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിക്കൊണ്ട് വലിയ ലാഭമാണ് KSRTC വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരു ദിവസം മാത്രം 52,456 ഈ ഡെഡ് കിലോമീറ്റേഴ്സ് ഒഴിവാക്കി 13,101 ലിറ്റർ ഡീസൽ ഉപഭോഗം കുറയ്ക്കുന്നതുവഴി 12,51,392 രൂപ ഡീസൽ തുക ഇനത്തിൽ ലാഭമാകുകയും ചെയ്യുന്നുണ്ട്. 2,90,825 രൂപ മെയിൻ്റനൻസ് തുകയിൽ ഇനത്തിൽ ലാഭിക്കുകയും കിലോമീറ്ററിന് 4 രൂപ സ്പെയർ പാർട്ട് കോസ്റ്റിന്റെ ഉൾപ്പെടെ ഒരു ദിവസം ലാഭം 14,61,217 രൂപയാണ്. ഇത്തരത്തിൽ KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതിലൂടെ ഒരു മാസം ലാഭിക്കാൻ കഴിയുന്നത് 4,38,36,500 രൂപയാണ്. അനാവശ്യ ചെലവുകളും വരുമാന ചോർച്ചയും തടയുക എന്നതാണ് കോടികൾ വരുമാനമുള്ള KSRTCയുടെ നിലനിൽപ്പിന് ആവശ്യമായുള്ളത് എന്ന തിരിച്ചറിവാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് KSRTC അധികൃതർ തന്നെ പറയുന്നു. ഓർഡിനറി സർവീസുകളിൽ നടപ്പിലാക്കി വൻ വിജയമായ ഈ പദ്ധതി സൂപ്പർഫാസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള ദീർഘദൂര സർവീസുകൾ കൂടി സമയബന്ധിതമായി തന്നെ ആകും എന്നാണ് വിലയിരുത്തൽ. അതിലൂടെ KSRTCയുടെ വരുമാനത്തിന്റെ നട്ടെല്ലായ സർവീസ് ഓപ്പറേഷനിലെ ഭീമമായ നഷ്ടം ഒഴിവാക്കുകയും സാധിച്ചു. ഇത്തരത്തിൽ KSRTC ഇന്നത്തെ സാഹചര്യത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന ഫലപ്രദമായ പരിഷ്കരണ ആശയങ്ങൾ അതിവേഗം നടപ്പിലാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഗണേഷ് കുമാർ കൊണ്ടുവന്ന പല നടപടികളും അതിലൊന്നാണ് KSRTCയുടെ നല്ല ഭാവി എന്നുള്ളത്. കട്ടപ്പുറത്തായ KSRTCയെ വീണ്ടും നന്നായി ഓടിക്കുക എന്നത് ഗണേഷ് കുമാറിന്റെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഡെഡ് റൂട്ട്, അതായത് അധികം ആളൊന്നുമില്ലാത്ത എന്നാൽ ദിവസേന ഓടുന്ന ഒരു റൂട്ട്, ആ റൂട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അപ്പോൾ തന്നെ ഒരു ഭീമമായ സംഖ്യ KSRTCയുടെ ലാഭമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലും ഈ നമ്മുടെ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട കെ.ബി. ഗണേഷ് കുമാറിനെതിരെ വലിയ തോതിലൊരു പ്രതിഷേധം ഒക്കെ തന്നെ അരങ്ങേറിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തുകയും പിന്നീട് ഈ കൂടുതൽ ആളുകളുമായി കൂടുതൽ ഇടപഴകി അവരുടെ കൂടി സൗകര്യപ്രദമാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും KSRTCയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വരുമാന ലാഭത്തെക്കുറിച്ചും ഇത്തരം വാർത്തകൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയാണ് വരുന്നത്. അതായത് ഒരു മാസം ലാഭിക്കാൻ കഴിയുന്നത് ഏകദേശം 4,38,36,500 രൂപ എന്ന് പറയുന്നത് ഒരു ചില്ലറ സംഖ്യയല്ല എന്നതിൽ വ്യക്തമാണ്.